പ്രീ റിലീസ് സമയത്ത് തന്നെ നല്ലൊരു പ്രതീക്ഷയാണ് എല്ലാവർക്കും കിട്ടിയിരുന്നത്. അപ്പം ആ ഒരു പ്രതീക്ഷയിലേക്ക് ഈ ഒരു സിനിമയ്ക്ക് ഉയരാൻ സാധിച്ചിട്ടുണ്ടോ എന്നൊരു ചോദ്യം തന്നെയാണിത്. ഹലോ, അപ്പം നമ്മൾ രാവിലെ തന്നെ ലോകേഷ് കനരാജിൻ്റെ സംവിധാനത്തിലുള്ള തലൈവർ നായകനായുള്ള കൂലി മോർണിംഗ് ഷോ കഴിഞ്ഞ് വന്നിരിക്കുകയാണ്. ഇപ്പം പടത്തിനെ സംബന്ധിച്ചുള്ളൊരു ഹൈപ്പ് നമുക്കിവിടെ തരാൻ കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് നോക്കാം. ലോകേഷിൻ്റെ സംവിധാനത്തിൽ തലൈവർ നായകനായി വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ അനൗൺസ്മെന്റ് സമയത്ത് തന്നെ പടം നമുക്ക് തന്നൊരു ഹൈപ്പ്, അത് നമുക്ക് ആ ഒരു പ്രീ റിലീസ് ബിസിനസ്സിൽ കൂടെ തന്നെ നമുക്ക് കാണാൻ സാധിച്ച ഒന്നാണ്. ആ ഒരു രീതിയിലേക്ക് ഒരു സിനിമയെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ എനിക്കൊരു സംശയം തോന്നുന്നുണ്ട്, ആ ഒരു ലെവലിലേക്ക് ഈ സിനിമ എത്തിയിട്ടുണ്ടോ എന്നുള്ളതിൽ. കാരണം നമ്മൾ കണ്ടിട്ടുള്ള സിനിമകൾ, ലോകേഷിൻ്റെ ആയിട്ടുള്ള സിനിമകൾ, കൈത്തി അല്ലെങ്കിൽ വിക്രം, ലിയോ, ആ ഒരു സിനിമകളുടെ ലെവലിലേക്ക് പുള്ളിക്ക് ഇതിനെ എലിവേറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയം തോന്നിപ്പോകുന്ന രീതിയിലാണ് ഈ സിനിമ മുന്നോട്ട് പോയത്. പക്ഷേ ഒരു രജനീകാന്ത് ഫാൻ എന്ന രീതിയിൽ എന്നെ ഈ ഒരു സിനിമ ഒരിക്കൽ പോലും മുഷിപ്പിച്ചിട്ടില്ല എന്നുള്ളത് എനിക്കിവിടെ എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഈ സിനിമ ആദ്യം മുതൽ അവസാനം വരെ നല്ല രീതിയിൽ തന്നെ കണ്ടുപോകാവുന്ന ഒരു അനുഭവമാണ് ഈ സിനിമ എനിക്ക് തന്നിരിക്കുന്നത്. നിങ്ങളൊരു രജനീകാന്ത് ഫാൻ ആണെങ്കിൽ നിങ്ങൾക്ക് ഈ സിനിമ തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി കാണുന്നതുകൊണ്ട് ഒരു രീതിയിലുള്ള നഷ്ടവും സംഭവിക്കാൻ പോകുന്നതല്ല. പ്രത്യേകിച്ച് അനിരുദ്ധിൻ്റെ ആ ഒരു BGM, ചില സീനുകൾ ആ ഒരു BGM കൊണ്ട് തന്നെ എലിവേറ്റ് ചെയ്തിരിക്കുന്ന രീതി വളരെ നല്ലൊരു മികച്ച രീതിയിലേക്കാണ് ലോകേഷ് അത് എടുത്തു വെച്ചിരിക്കുന്നത്. അതിനപ്പുറം നമ്മുടെ സൗബിൻ, മലയാളത്തിൻ്റെ സ്വന്തം സൗബിൻ, പുള്ളിക്ക് ഈ ഒരു സിനിമ നല്ലൊരു ബ്രേക്ക് തന്നെയായിരിക്കും കൊടുത്തിരിക്കുന്നത് എന്നുള്ളതിൽ ഒരു തർക്കവും ഇല്ല. തുടക്കത്തിലെ മോണിക്ക എന്നുള്ള പാട്ട്, പിന്നെ ചില സീനുകളിലുള്ള പുള്ളിയുടെ മാനറിസം, അതൊക്കെ വളരെ വ്യക്തമായിട്ടുള്ള രീതിയിൽ ലോകേഷിന് സ്ക്രീനിൽ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. പതിവ് പോലെ തന്നെ പുള്ളിക്ക് പുള്ളിയുടെ കയ്യിൽ കിട്ടിയിട്ടുള്ള മികച്ച താരങ്ങളായ ഗസ്റ്റ് റോളുകളെ എങ്ങനെ പ്ലേസ് ചെയ്യണമെന്നുള്ള രീതിയിലും നല്ലൊരു ധാരണ തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. പിന്നെ എടുത്തു പറയാനുള്ള വേറൊരു കാര്യം എന്ന് പറയുന്നത് നാഗാർജുനയുടെ ഒരു സ്ക്രീൻ പ്രസൻസ് ആണ്. വളരെ കുറച്ച് നേരം തന്നെ ഉള്ളൂ എന്ന് നമുക്ക് തോന്നിപ്പോകുന്നുണ്ടെങ്കിലും പക്ഷെ വളരെ നല്ല രീതിയിൽ തന്നെ പുള്ളിയെ ഇവിടെ പ്രസന്റ് ചെയ്തിരിക്കുന്നു ലോകേഷ്. അങ്ങനെ ആകെ മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് ഒരു നല്ലൊരു സിനിമാറ്റിക് അനുഭവം തന്നെയാണ് നമുക്ക് ഇവിടെ തരുന്നത്. പക്ഷെ വീണ്ടും ഞാൻ പറയുന്നു, വിക്രം, കൈത്തി അല്ലെങ്കിൽ ലിയോ ഒക്കെ പോലെ പ്രതീക്ഷ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അത്രയ്ക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇതിലൂടെ നമുക്ക് കിട്ടാൻ പോകുന്നില്ല. ലോകേഷ് കൊണ്ടുവന്ന ഗസ്റ്റ് റോളുകളിൽ വളരെ മികച്ചത് എന്നെനിക്കൊരു അഭിപ്രായം തോന്നിയത് നമ്മുടെ എല്ലാം സാൻഡൽവുഡിൻ്റെ ഉപേന്ദ്ര. പുള്ളി വളരെ കുറച്ച് സീനുകളെ ഉള്ളെങ്കിൽ പോലും അതിൻ്റെ അകത്ത് കൊണ്ടുവരാൻ പറ്റിയ ഒരു ഇമ്പാക്റ്റ്, അത് എടുത്തു പറയേണ്ടത്തക്ക ഒരു ഐറ്റം തന്നെയാണ്. പിന്നെ അമീർ ഖാൻ ആണെങ്കിലും പുള്ളിക്ക് കിട്ടിയ വേഷം പുള്ളി വളരെ മികച്ച രീതിയിൽ തന്നെ അതിൽ പ്ലേസ് ചെയ്തിട്ടുണ്ട്. തലൈവർ ഫാൻസ് എല്ലാവരും കഴിയുവാണെങ്കിൽ തിയേറ്ററിൽ തന്നെ പോയി കണ്ട് ഈ സിനിമയ്ക്കുള്ള അഭിപ്രായം നിങ്ങൾ പങ്കുവെക്കുക. അപ്പം തലൈവർ ഫാൻസ് എന്ന് പറയുന്നുണ്ടെങ്കിലും ബാക്കിയുള്ളവരെ ഒട്ടും നിരാശപ്പെടുത്താത്ത രീതിയിൽ തന്നെയാണ് ലോകേഷ് നമുക്കിവിടെ ഈ സിനിമ ഒരുക്കിയിരിക്കുന്നത്. ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കാർക്കും ഒരിക്കലും ഒരു നിരാശ തോന്നുന്ന രീതിയിലുള്ള സിനിമയല്ല ഇത്. പക്ഷെ ഈ സിനിമയ്ക്ക് കിട്ടിയ ഒരു ഹൈപ്പിലേക്ക് ഈ സിനിമയെ എത്തിക്കാൻ സാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് മാത്രമാണ് നമുക്ക് മുന്നിൽ നിൽക്കുന്ന ഒരു ചോദ്യം. താങ്ക് യു.